ഹായ്, വെൽക്കം ടു ടച്ച് കണക്ഷൻസ്. ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പ് ശാന്തൻ പാറയിലേക്ക് പോയതാണ്. അതിൻ്റെ ഒരു വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഞങ്ങൾക്ക് ശാന്തൻ പാറയിൽ തന്നെയുള്ള ഒരു ബൈജു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ കൂടി വന്ന ഒരു ഗോപിനാഥിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്കൊരു ട്രിപ്പ് ഇങ്ങനെ പോകുമ്പോൾ ആ നാട്ടിൽ തന്നെയുള്ള ഒരാളുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ നമ്മൾ കാണാനും എല്ലാം പറ്റും. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ 6 പേരുടെ ഒരു ടീമാണ് പുറപ്പെട്ടത്. അത് പകീറവനാണ് നമ്മൾ പോയത്. പോണ വഴി നമ്മൾ ചായ എല്ലാം കുടിച്ച് ഒരു 11 മണിയായപ്പോൾ നമ്മൾ അടിമാലിയിൽ എത്തിയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പൊക്കത്തേക്ക് പോയിട്ട് റൈറ്റ് സൈഡിൽ രാജാക്കാട് വഴി നമ്മളൊരു 10 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നാം. 10 കിലോമീറ്റർ മേലേക്ക് പോയപ്പോൾ ഒരു ഫാം ഹൗസാണ്. അതായത് ഒരു 6 ഏക്കറോളം വലിപ്പത്തിലുള്ള റോട്ടിൽ നിന്ന് കുറച്ച് പൊക്കത്തേക്കായിട്ടുള്ള സംഭവം. അത് ഭയങ്കര നല്ലതാണെന്നൊന്നും പറയാൻ പറ്റൂല, പക്ഷെ ഒരു ആവറേജാണ്. എങ്കിലും നമുക്കൊരു പ്രൈവസി ഉണ്ടായിരുന്നു. അവിടെ നല്ല ഫുഡ് കിട്ടുമായിരുന്നു. അത് ഞങ്ങൾ പോണ വഴി ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ വിഭവങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ചിക്കൻ കറി, കുറച്ച് അച്ചിങ്ങ, ചാറ്, ചോറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ എന്നാലും അത് വളരെ നല്ലതായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് രാവിലെ പോകുന്നതല്ലേ, കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മളൊരു 4 മണിയോടെ ഒരു ട്രെക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ജീപ്പ് ഇതേപോലെ തന്നെ 800 രൂപയാണ്. ജീപ്പ് വന്ന് നമ്മൾ ഒരു 4 മണിക്ക് നേരെ പൊക്കത്തോട്ട് പോയി. അപ്പോൾ ജീപ്പിൽ ഇത്ര ടൈറ്റായിരുന്നു. അപ്പോൾ കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലച്ചിട്ടാണ് പോണത്. നമ്മൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അത്. പക്ഷേ എന്നാലും അതൊരു എൻജോയ് ചെയ്യാനും പറ്റിയായിരുന്നു. പേടിയാവും നമുക്ക് മറിഞ്ഞ് വീഴോ എന്നൊക്കെയുള്ള ഒരു സംഭവമൊക്കെ. നമ്മളപ്പോൾ അങ്ങനെ പൊക്കത്തേക്ക് പോയി. അപ്പം ജീപ്പ് ഡ്രൈവർ നല്ല ഒരു രസീകരമായിരുന്നു. അപ്പോൾ അയാൾ അവിടുത്തെ ചെറിയ ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയി. അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. നമ്മൾ ജാക്കറ്റൊക്കെ പറന്ന് പോകേണ്ട ടൈപ്പുള്ള കാറ്റാണ്. അപ്പോൾ അത് വളരെ നല്ല രസമാണ്. അപ്പോൾ അവിടെ കുറേ പുല്ലിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഈ പുല്ലിങ്ങനെ നല്ലോണം കാറ്റടിക്കണ കാണാൻ പറ്റും. അപ്പോൾ ഈ പുല്ല് ഈ വെട്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാട്ടിലൊക്കെ ചൂലൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ടെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ അത് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ, വലിയ മലകളും കാര്യങ്ങളൊക്കെ കാണാം. ഭയങ്കര ഒരു നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു മണിക്കൂറോളം അവിടെ നിന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഇടക്കിടന്നൊക്കെ വീശി വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ വൈകുന്നേരം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ച്. അപ്പോൾ ഒരു ചേട്ടൻ ചെടുത്തിയാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എവിടെ പോയാലും പഴംപൊരി എന്ന് പറഞ്ഞ സാധനം കിട്ടിയാൽ വിടില്ല. അപ്പോൾ നല്ല ചൂട് പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പഴംപൊരിയും ചായ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണേണ്. അപ്പോൾ ഇരിക്കണ സമയത്ത് ഒരു കറുത്ത ഡോഗ് ഇങ്ങനെ വന്ന് എൻ്റെ ചുറ്റും കൂടിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്താണോ നല്ല തട്ടാണല്ല എന്ന് പറയണ ഒരു ഫീല്. അപ്പോൾ വേഗം തന്നെ ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ട് ആ ഡോഗിന് കൊടുത്തു. അത് വളരെ സൗഹാർദ്ദമായിട്ട് ടേസ്റ്റിയോടെ കഴിക്കുകയും അതിനുശേഷം അത് എൻ്റെ അടുത്ത് വാലാട്ടി കൊണ്ടിട്ട് കുറച്ച് ചുറ്റിപ്പറ്റി എന്നെ കൂടി നിൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് ഒന്ന് ഫ്രഷായിട്ട് പിന്നെ അടുത്ത കലാപരിപാടികളിലേക്ക് ശ്രദ്ധ തിരിച്ച്. നമ്മൾ ടൂർ പോകുമ്പോൾ എന്തായാലും ലേശം മദ്യപാനം ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതല്ല. അപ്പം നമ്മളെ കൂടി വന്നേക്കണ 1-2 ടീം അനീത് എന്ന് പറഞ്ഞ ഷിപ്പിലാണ് ജോലി എടുക്കുന്നത്. പിന്നെ ഒരു കക്ഷി അത്യാവശ്യം ഈ സ്പെഷ്യൽ കോക്ടെയിലൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ അവരെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ കോക്ടെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ ആവശ്യത്തിനുള്ള മദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പെഷ്യൽ സംഭവമൊക്കെ അടിച്ച് അതിനുശേഷം ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ അവർ സെറ്റ് ചെയ്തിട്ട് ബാർബക്യൂ റെഡിയാക്കി തന്നായിരുന്നു. അത് അനീതും നമ്മുടെ ജൂഡും കൂടിയാണ് ശരിയാക്കിയത്. ഈ ജൂഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ജൂഡ് കോർഡിനേഷൻ ഭയങ്കര അടിപൊളി കക്ഷിയാണ്. അപ്പോൾ നമ്മളൊരു ടൂറ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി തന്നെ അതിൻ്റെ അനുബന്ധ സാധനങ്ങളും വേണ്ട സംഭവങ്ങളൊക്കെ പുള്ളി തന്നെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരു ടീമായിട്ട് സംഭവം ഞങ്ങൾ രാത്രി നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചായിരുന്നു. ആ സമയത്താണ് ഈ ബൈജു എന്ന് പറഞ്ഞ ആള് അവിടെ വന്നത്. അപ്പോൾ ബൈജു വന്ന് പെട്ടെന്ന് നമ്മളെ എന്തോ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അയാളുടെ.
അപ്പൊ അയാൾ അങ്ങനെ ഞങ്ങളെ കൂടി ജോയിൻ ചെയ്തതിനു ശേഷം അയാൾ പറഞ്ഞു, ഒരു പണി, നിങ്ങൾ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് പോവാം, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു മണിയായപ്പോ ഞങ്ങള് കിടന്നു പോകുന്നത്. അതിനുശേഷം ഞങ്ങള് എല്ലാവരും റെഡി ആയിട്ട് ഒരു രാവിലെ 8 മണിയായപ്പോ തിരിച്ച് ബൈജുവിന്റെ വീട്ടിലേക്ക് പോയി. ബൈജുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോള് ഭയങ്കര മിസ്റ്റാണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുമ്പിൽ വന്ന വണ്ടി കാണാത്ത അത്രയും ആ ഒരു പുക പോലെ ഇങ്ങനെ റോഡിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങള് നേരെ ഒരു 8:30 ബൈജുവിന്റെ വീട്ടിൽ ചെന്നു. ബൈജുവിന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. പച്ചക്കറികളാണെങ്കിലും ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും വെറൈറ്റി സാധനങ്ങളാണുള്ളത്. പിന്നെ പുള്ളിയുടെ ഒരു ഇതേപോലെ പഗ്, അതുകൂടാതെ ഈ മണിച്ചിത്ര താറാവും, അതിങ്ങനെ തലയിൽ കുറച്ച് പൂവൊക്കെ ഉള്ള ടൈപ്പിലൊരു താറാവും. അതിന്റെ ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാല് എനിക്കും കുറച്ച് ഇങ്ങനത്തെ ഒരു വട്ടം ഉണ്ടായിരുന്നു. പട്ടി ഈ സാധനങ്ങളൊക്കെ വളർത്താം. എനിക്ക് വീട്ടില് പാത്ത, കൾക്ക്, പേച്ചി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ഈ താറാവിനെ. അപ്പൊ ആ താറാവ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മള് ആ ചേച്ചിനോടൊക്കെ സംസാരിച്ചപ്പോ അവർക്ക് വിളിച്ചിട്ട് അതിനെ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു പ്രത്യേക എൻജോയ്മെന്റ് ആയിരുന്നു അവിടെ. അതുകൂടാതെ അവര് നമുക്ക് വേണ്ടിയിട്ട് നല്ല നാടൻ കപ്പ എന്ന് പറയുന്നത് നല്ല വെണ്ണ പോലെ വെന്തിട്ടിരിക്കുന്ന സാധനം, അതുകൂടാതെ ചിക്കൻ കറി, പിന്നെ ഇടിയിറച്ചി, പിന്നെ നല്ല കാന്താരി ചമ്മന്തി, അതെല്ലാം തന്ന് അതിനുശേഷം ബൈജു പറഞ്ഞ്, ഒരു പണിയാ, എന്റെ ഒരു സ്ഥലം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു 10 മണി കഴിഞ്ഞപ്പോ നേരെ മേലേക്ക് പോയി. അവിടെ പുള്ളിക്ക് പോണ വഴി പുള്ളിയുടെ ഏലക്കാത്തോട്ടം എല്ലാം കാണിച്ച് അതിനുശേഷം നമ്മൾ നേരെ പൊക്കത്ത് പോയത് ഒരു 2 കിലോമീറ്ററോളം. റോഡൊന്നും പറയാൻ പറ്റൂല, ഞങ്ങൾ പച്ചീറോ ആയതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അത് അവിടെ ചെന്ന് എത്തിയപ്പോൾ ഒരു 10 ഏക്കർ പുള്ളിയുടെ തന്നെ സ്ഥലമാണ് അത്. അതിന്റെ പേര് സ്വർഗം മേട് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ അതിന്റെ പൊക്കത്തേക്കൊന്നുമില്ല, താഴത്താണ് ബാക്കിയുള്ള മലകളെല്ലാം. അവിടെ പുള്ളി ജമന്തി കൃഷി അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇയാള് ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ടാക്കാനാണ് പുള്ളി പ്ലാൻ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു പണിപ്പുരയിലാണ് ഇയാള്. പിന്നെ അതുകൂടാതെ ഗോവയിൽ പുള്ളി ഒരു 40 ഏക്കർ സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവക്കാഡോ ഫ്രൂട്ടിൻ്റെ കൃഷി തുടങ്ങാനായിട്ടാണ്. അതിവിടെ പുള്ളി നട്ടിട്ട് ഞങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഒരു 1.5 അടിയോളം വളർന്നിട്ടുണ്ട്. അത് നമ്മുടെ മണ്ണിൽ പിടിക്കുമെന്നാണ് പുള്ളി പറയണത്. പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര അഗ്രഗണ്യനാണ്. പുള്ളിയുടെ കൃഷിയിടങ്ങളിൽ തന്നെ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അവിടെ വന്നിട്ട് പുള്ളി ഞങ്ങളുടെ ചെറിയ ഒരു കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുള്ളി അവിടെ നിന്ന് ആന്റിക്വിറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത്, ഈ സ്വർഗം മേട്ടിൽ വന്നിട്ട് നിങ്ങൾ ഒരു സ്മോൾ അടിക്കില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങള് അവിടെ നിന്ന് അതൊക്കെ എൻജോയ് ചെയ്ത് കുറെ കാഴ്ചകളൊക്കെ കണ്ടു. നിറയെ നല്ല കാറ്റും നല്ല വ്യൂ ആണ്. തമിഴ്നാടിന്റെ ഒക്കെ ഭയങ്കര നല്ല ഏരിയയൊക്കെ. അപ്പൊ പുള്ളിയുടെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് പയ്യ നമ്മള് അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അപ്പുറത്ത് ചെന്നപ്പോൾ ഒരു കുരിശൊക്കെ ഉള്ള ഒരു ചെറിയൊരു മലയാണ്. അപ്പൊ അതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഒരു മലയുണ്ട്. അപ്പൊ ആ മലയിൽ ഒരു കുളമുണ്ട്. അതായത് അതൊരു 1.5 കിലോമീറ്ററോളം വലിപ്പമുള്ള ഒരു കുളമാണ്. അപ്പൊ അതില് താമര ആമ്പലം എന്താണ്ടൊക്കെ ഉണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതില് നിറയെ പാമ്പുകളാണ്. അപ്പൊ ആൾക്കാർ ഇതിന് നിറയെ വെള്ളം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മോട്ടർ അടിക്കാനുള്ള ഒരു സംഭവത്തില് ഈ ആള് മോട്ടറൊക്കെ അടിച്ചു കഴിയുമ്പോൾ വന്നത് ഈ പാമ്പുകളായിരുന്നു. ഞാൻ പറയാറില്ലേ, ഞാൻ അവിടെ ചെന്നാൽ ഒരു പട്ടി വരൂ വരാമെന്ന് പറയില്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നിട്ട് നമ്മൾ ഒരു മൂന്നാറിന്റെ ഏരിയയിൽ വന്ന് ഒരു തേയിലത്തോട്ടമൊക്കെ കവർ ചെയ്ത് അവിടുന്ന് ലഞ്ച് കഴിച്ച് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോരാൻ വേണ്ടി വീണ്ടും താഴേക്ക് ഇറങ്ങി. അപ്പം നമ്മൾ അവിടുന്ന് ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പയ്യ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോന്നേ. അങ്ങനെ പോകുന്ന വഴി നമ്മൾ അവിടെ ആനയിറങ്ങൽ ഡാം എന്ന് പറഞ്ഞിട്ട് ഡാമുണ്ട്. അപ്പം അത് ആന എനിക്ക് തോന്നുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആനയിറങ്ങൽ ഡാം എന്ന് പറയണത്. അപ്പം അവിടെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ കൂടി ഉള്ള ഒരു സുഹൃത്ത്, പേര് പറയുന്നില്ല, അപ്പം പുള്ളി പൊതുവെ ഇത്തിരി സൈലന്റ് ആണ്. കക്ഷി ആദ്യമായിട്ടാണ് ടൂറിന് പോണത്. അപ്പം പുള്ളി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, എന്നിട്ട് ചേട്ടാ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡാം കാണുന്നത്. ഞാൻ കിടുങ്ങിപ്പോയി. 10-40 വയസ്സുള്ള ഒരാള് ഇതുവരെ ഡാം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവൻ പറഞ്ഞത്, കാരണം എൻ്റെ ഒരു ജോലിയുടെ നാച്ചുറൽ വെച്ചിട്ട് എനിക്ക് ലീവ് അധികം കിട്ടൂല.
പിന്നെ അതുകൂടാതെ ഞാൻ പോണത് നമ്മൾ ഫാമിലി ആയിട്ട് പോകും. ടൂർ എന്ന് പറഞ്ഞാൽ പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ടൂർ പോകണത്. അല്ലാണ്ട് ഇങ്ങനെയുള്ള ഒരു ഏരിയയിലൊന്നും പുള്ളി ടൂർ പോയിട്ടുള്ള ശീലമില്ല. അവൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. അപ്പൊ അവന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ടൂർ കൊണ്ടാണ് എന്തെങ്കിലും ഒരു ലാഭത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടത്തിനോ ഒന്നും വേണ്ടിയല്ല. നമ്മൾക്കൊരു സംതൃപ്തി ഉണ്ട്. എന്തായാലും നമ്മൾ ടൂർ പോകുന്നുണ്ട്, അപ്പൊ നമ്മളെ കൂടി ആരെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള ഒറ്റ സംഭവം മാത്രമേ പ്രതീക്ഷിക്കുള്ളത്. വീഡിയോ ഒന്നും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. അടുത്ത് കാണുന്നത് വരെ ഓക്കെ, ബൈ.